അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് അതിന് മുന്നേ ഇൻട്രോ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഫോർ ബ്രെയിൻ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് നമ്മളുടെ സാധനത്തിൻ്റെ പേരെന്ത്, ഫോഴ്സ ഹൊറൈസൺ പോലെയുള്ള ഇതിൻ്റെ വേണമെങ്കിൽ ഒരു കോപ്പി വെർഷൻ എന്നൊക്കെ പറയാവുന്ന ഫോണിൽ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഡ്രൈവ് സോൺ. അപ്പോൾ നമുക്ക് അതിന്ന് കളിച്ച് നോക്കാം. ഞാൻ അത്യാവശ്യം കളിച്ചിട്ടുണ്ട് ഈ ഗെയിം. അത് മാത്രമല്ല, എൻ്റെ കയ്യിൽ അത്യാവശ്യം കാറുകളുണ്ട് ഈ ഗെയിമിൽ. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് കളിച്ച് നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ കാറ്. ഇതിൽ ഡ്രൈവ് സോൺ ഓൺലൈൻ പോലെ നമുക്ക് റിയൽ നെയിം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇതിപ്പോൾ മസ്താങ് ആണ്. മസ്താങ്ങിന് ഇവർ കൊടുത്തിരിക്കുന്നത് GT 700 എന്നാണ്. അതുപോലെ എൻ്റെ കയ്യിൽ ഇതുണ്ട് സുപ്ര മാർക്ക് 5. ഇതിൽ പേര് കൊടുത്തിരിക്കുന്നത് ടൊയോട്ടയ്ക്ക് ടൊക്കോട്ട എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി. നമ്മളിന്ന് ഓടിക്കാൻ പോകുന്നത് ഈ വണ്ടി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് കുറേ അപ്ഡേറ്റൊക്കെ വന്ന് ഇതിൽ 4 വേൾഡാണുള്ളത്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള വേൾഡ് എടുക്കാം. എനിക്ക് 2 വേൾഡ് മെയിൻലി ഇതിലിഷ്ടമാണ്. ഫസ്റ്റ് കാണുന്ന 2 എണ്ണമാണ്. അതിൽ ഒന്നാമത്തേൻ്റെ പേര് സിറ്റി, അതായത് ആർക്ക് സിറ്റി എന്ന് പറയുന്ന സിറ്റിയും മൗണ്ട് ബ്ലാങ്ക് അതായത് മൗണ്ടെയിൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇതിൽ എനിക്ക് ഇഷ്ടമായിട്ടുള്ള സാധനങ്ങൾ. അതിൽ തന്നെ ഈ മൗണ്ട് ബ്ലാങ്ക് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന ഒരു സാധനം കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് അത് തന്നെയാണ് കളിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ചിലപ്പോൾ നമ്മൾ സിറ്റിക്ക് വരും ചെയ്യും. അപ്പം നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരിക്കും. കാരണം ഒന്ന്, എനിക്ക് ജലദോഷമുണ്ട്. പിന്നെ 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൈക്ക യൂസ് ചെയ്തിട്ടില്ല. ഞാൻ പെട്ടെന്ന് കിട്ടിയൊരു പെട്ടെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടിയൊരു സംഭവമാണ്. ഓക്കെ, ഇതിൻ്റെ പിന്നിക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഇത് എനിക്ക് തോന്നുന്നത് പുതിയ വേൾഡ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന എന്തോ സംഭവമാണ്. ഇവരൊക്കെ കയറി പോകുന്നുണ്ട്, നമുക്ക് കയറി പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. എങ്ങനെയുണ്ട്, രസമല്ലേ? നമ്മൾ കണ്ടോ ഇതിൻ്റെ ശബ്ദം ഇട്ടിട്ടില്ല. ഞാൻ 2 മിനിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ശബ്ദം ഇട്ടിട്ട് കേൾപ്പിച്ചു തരാം. ഓക്കെ, ഞാൻ കുറച്ച് നേരത്തേക്ക് സൈലൻ്റ് ആവണേ. അപ്പം എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? അടിപൊളിയാണെന്ന് പറ. അങ്ങനെ പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ കാറുകളൊക്കെ ബൈ ചെയ്യണം. അതായത് ബൈ മീൻസ് നമ്മൾ ഇതിന്ന് കളിച്ചുണ്ടാക്കുന്ന ഇതിൻ്റെ കോയിൻസ് ഉണ്ടല്ലോ, അതായത് ഗെയിം കോയിൻസ്, റിയൽ മണി അല്ല, ഇതിലത്തെ കോയിൻസ് കണ്ടോ. അത് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ചില ബോർഡുകൾ ക്രാക്ക് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മളുടെ പരിപാടി. അതുപോലെ ഇതിൽ നമ്മളുടെ ഫോഴ്സ ഹൊറൈസണ് എനിക്കാണെന്ന് തോന്നാനുള്ള മെയിൻലി ഉള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ ഇവിടേക്കൊരു റോഡ് ഇട്ടു വിചാരിക്കുക. പിന്നിൽ മാപ്പിൽ കാണിക്കുന്നുണ്ട്. ഫോഴ്സ ഹൊറൈസണിലാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടുള്ളത്. കണ്ടോ? അതുപോലെ രണ്ടാമത് കാണുന്നതെന്ന് വെച്ചാൽ ഇതിലുമാണ്. പിന്നെ ഇതിൽ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിക്കിടക്കുന്നില്ല. നമ്മളുടെ ഇതുപോലെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D പോലെ നമ്മൾ നേരെ റോട്ടിക്ക് തന്നെ സ്പോൺ ആവുകയാണ് ചെയ്യുക. എങ്ങനെയുണ്ട്? പിന്നെ നമ്മളുടെ ഫോഴ്സ ഹൊറൈസൺ പോലെ റിയലിസം കുറച്ച് കുറവാണ്. കാരണം അതിലെന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് കാണിക്കും. ചെറിയൊരു സ്ക്രാച്ചിനെങ്കിലും പോലും അതിൽ കാണിക്കും. പക്ഷെ ഇതിൽ അതൊന്നുമില്ല. നമ്മളിപ്പോൾ റാലി റേസിൻ്റെ അവിടെ കണ്ടിട്ടുള്ളത്. ഈ സാധനമൊക്കെ ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ളതാണ്. ഈ സാധനം
ഈ വേൾഡ് ഓൾറെഡി ഉണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ അപ്ഡേറ്റിൽ ഉണ്ടായിരുന്നു. ഈ കേവ് ഒക്കെ ഇപ്പോൾ ഒന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ റാലി റേസിനൊന്നും പോണില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു മാപ്പ് ഇതാവുന്നത് കാണിക്കാൻ വേണ്ടി ഇട്ടതാണ്. ഇതൊന്നല്ല ഗൈസ്, നമ്മുടെ സൂപ്പർ മാർക്ക് 5ൻ്റെ സൗണ്ട്. അതൊരു 1.5 സൗണ്ടാണ്. അത് കേൾപ്പിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ കാറ് സെലക്ട് ചെയ്യട്ടെ. കാറ് ഇവിടെ ഇങ്ങനെ, അതായത് ഇവിടെ ഒരു സാധനം കണ്ടോ, അതിൽ തൊട്ടാൽ മതി നമുക്ക് ഇഷ്ടമുള്ള കാർ എടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഇതാണ് എടുക്കുന്നത്. ഇത് ഡ്രൈവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ കാർ സെല്ല് ചെയ്യാനും പറ്റും, അങ്ങനെ കോയിൻ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ 2 മിനിറ്റത്തേക്ക് സൈലൻ്റ് ആവാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ അത്യാവശ്യം ബോഡി കിറ്റും അതുപോലെ അത്യാവശ്യം മോഡിഫൈയിങ്ങും ട്യൂണിങ്ങും ഒക്കെ ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ള എൻ്റെ ഏറ്റവും ട്യൂൺഡ് അല്ലെങ്കിൽ ഏറ്റവും മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു കാറും എൻ്റെതാണ്. അപ്പം ഞാൻ കുറച്ച് നേരത്തേക്ക് സൈലൻ്റ് ആവുകയാണ്. ഇതൊക്കെ ഏൽപ്പിച്ചുതരാം. എനിക്കറിയാം ഇത് അത്ര രസമുള്ള ശബ്ദമല്ല നമ്മളുടെ ഇതിൻ്റെ അത്ര നമ്മളുടെ എന്താണ് നമ്മളുടെ സൂപ്ര മാർക്ക് 4, അതായത് സൂപ്ര MK4ൻ്റെ അത്ര രസമുള്ള ശബ്ദമല്ല എന്നറിയാം. പക്ഷെ നമ്മുടെ മറ്റേ സാധനത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, മസ്താങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അടിപൊളിയായിട്ടുള്ളൊരു സൗണ്ട് തോന്നിയത് ഇതാണ്. അതുപോലെ നമുക്ക് ഈ ഗെയിമിക്ക് കയറുമ്പോൾ നമുക്ക് കുറേ ഗിഫ്റ്റ്സൊക്കെ കിട്ടും. അതുകൂടെ നമുക്ക് കാറുകളൊക്കെ കിട്ടും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ആർക്ക് സിറ്റിക്ക് പോകാം കേട്ടോ. ഇതിൽ തന്നെ ഏറ്റവും വലിയ മാപ്പ് മീൻസ് ഏറ്റവും വലിയ മാപ്പ് ഇതല്ല ആണ് തോന്നണോ അറിയില്ല. ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണാനും അതുപോലെ ഏറ്റവും കൂടുതൽ ബിൽഡിങ്സൊക്കെ ഉള്ളൊരു മാപ്പ് എന്ന് വെച്ചതാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. നമുക്ക് കിട്ടിയ ബോക്സ് ഫസ്റ്റ് നമുക്ക് ഈ ബോക്സ് ഇതെന്താണ്, ട്യൂണിങ് പാർട്സ്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ 1 എന്താണ് കിട്ടുന്നത്? ഓ കൊള്ളാം, അടിപൊളി. അടുത്തത് നമ്മളുടെ കാറ് കിട്ടാനുള്ളൊരു സാധനമാണ്. എനിക്കിതാണ് പിടിക്കാത്തത്. കാർ ഒരെണ്ണത്തിലും തരില്ല. പക്ഷെ നമുക്ക് എന്തൊരു ട്യൂണിങ്ങുള്ളൊരു സാധനം കിട്ടിയിട്ടുണ്ട്. അത് കൊള്ളാം. ഇതാണ് കേട്ടോ ഇപ്പോൾ കിട്ടിയത്. എന്തൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യണേ നോക്കട്ടെ. ഈ സാധനം നമ്മളുടെ കയ്യിലില്ല. ഒരു മിനിറ്റ്. ഇതിന് മറ്റേ കോയിൻ വേണം. നമ്മളുടെ കയ്യിലുള്ള കോയിൻ പോരാ. ആ ഗോൾഡൻ കളർ കോയിൻ ഉണ്ടോ, അതാണ് നമുക്കിതിന് വേണ്ടത്. പക്ഷെ അതാണെങ്കിൽ നമുക്ക് ഇപ്പോഴൊന്നും കിട്ടില്ല, കുറേ കളിക്കണം. കൊടുന്നൊരു ജമ്പ് അങ്ങോട്ട് എടുക്കാം. എനിക്ക് ജമ്പ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഗൈസ്, എനിക്കറിയാം നമ്മളുടെ ശബ്ദം കുറച്ച് ഇതുണ്ട്, കാരണം ഞാൻ മൈക്ക് എടുത്തിട്ടില്ല. ഞാൻ ഈ വീഡിയോ ചിലപ്പോഴേ അപ്ലോഡ് ചെയ്യത്തുള്ളൂ, കാരണം സൗണ്ട് തീരെ ഇല്ലെങ്കിൽ പിന്നെ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. ശബ്ദം എനിക്കറിയില്ല. ഓ, പെട്രോൾ അടിക്കാൻ വരുന്നു. വെഗ് ഇത് കൂടെ ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ കാർ നോക്കി. എൻ്റെ കാർ കളക്ഷൻസ് ഇത്രയാണുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇനിയും കുറേ കാർ വാങ്ങാം. പക്ഷെ ഞാൻ ഒരു മെഴ്സിഡീസ് ബെൻസിൻ്റെ തന്നെ ഒരു അടിപൊളി
അടിപൊളി എന്ന് വെച്ചാൽ ഹൈ ക്ലാസ് ഒരു വണ്ടി ഉണ്ട്. ആ വണ്ടി വാങ്ങാൻ വേണ്ടി കോയിൻസ് ഇങ്ങനെ എടുത്തു വയ്ക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ ഇൻവെൻ്ററി ഫുള്ള് കാർസായേനെ. പക്ഷെ എനിക്ക് ആ കാറ് വാങ്ങണമെന്നുണ്ട്. കാരണം ഹൈ ക്ലാസ് എ ക്ലാസ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു സാധനമാണത്. അപ്പോൾ ഇത്രയാണുള്ളത്. അതിലെനിക്ക് നാനോ കാറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ ബോഡി കിറ്റല്ല, ബോഡി സ്റ്റിക്കറൊക്കെ അടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണാം. നിങ്ങളിപ്പോൾ സുപ്ര മാർക്ക് 5ഉം അതുപോലെ മസ്താങ്കും കണ്ടു കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മളുടെ ജീപ്പിൻ്റെ ഒരു വണ്ടിയാണ്. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ഓഫ് റോഡിന് യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എൻജിൻ പവർ തന്നെയാണ്. എനിക്കിതിൽ ജിംനി ഉണ്ട്, പക്ഷേ ജീപ്പിൻ്റെ എൻജിൻ പവർ ഒരു അടിപൊളി എൻജിൻ പവറായിട്ട് തോന്നി. എനിക്ക് പണ്ട് ഈ മസ്താങ്കൊന്നും ഇല്ലാത്ത സമയത്ത് എൻജിൻ പവർ തീരെ കുറവായിരുന്നു വണ്ടികൾക്ക്. നമ്മളുടെ സൂപ്പർ മാർക്ക് 5ൻ്റെ കാര്യം എനിക്കറിയാം, പക്ഷേ ഇത് നമ്മളുടെ റോഡിനോട് താഴ്ന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഓഫ് റോഡ് ചെയ്യാൻ എൻ്റെ കയ്യിലൊരു നല്ല വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു ഉള്ളൂ. ഇത് തന്നെ ഇപ്പോഴും ഉള്ളൂ ഓഫ് റോഡിന് ഒരു വണ്ടി വേണമെങ്കിൽ. ഇതിൻ്റെ വലിയ എന്താ പറയുക ബോഡി ഇതൊക്കെ എനിക്ക് അറിയാം, പക്ഷേ എന്താ പറയുക ഇതിനെ ഉള്ളൂ ഗൈസ് ഒരു ഓഫ് റോഡിനുള്ള ഒരു എൻജിൻ പവർ ഇതിന് തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ദേ പതുക്കെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റാണ്. ഇവിടെ നല്ല വ്യൂ ആണ് ഗൈസ്. ഇവിടുന്ന് എനിക്ക് തമ്മേൽ തന്നെയല്ലേ ഇതിന് പറയാം. ഇവിടുന്ന് എനിക്ക് തമ്മേലുള്ളൊരു ഇത് കൊടുക്കട്ടെ. ഫോട്ടോ അമ്മ അതിൻ്റെ ശബ്ദം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് നമ്മൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. ഗൈസ് നമുക്ക് ഡ്രൈവ് ചെയ്യാം. നമുക്ക് വേറൊരു വണ്ടി എടുക്കാം കേട്ടോ. ഇതാണ് എൻ്റെ ഉള്ള മസ്താങ്ക്. ഇത് വെച്ചിട്ടാണ് ഞാൻ തന്നെ അതെൻ്റെ അനിയത്തിയാണ്. ദാറ്റ് ഈസ് മേരാ ഡാഡി. है ലൈവോ? ഓ ഇത് സെറ്റ് എനിക്കതൊന്നും ഇല്ലാതെ വേണമായിരുന്നു. ഓക്കെ, കിട്ടിയില്ല ഫോട്ടോ കിട്ടിയില്ല. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് തന്നെ കൊണ്ടുപോകാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ അതിനുള്ള ഇതും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോ ഓടുന്നില്ല ഇതിപ്പോഴും. യോ ഓടുന്നൊക്കെ ഉണ്ട്. ഇതെന്തത് ഡ്രൈവ് ചെയ്യും മച്ചേ, ഡ്രൈവിങ്. ഓക്കെ എന്താ ഇത് കാണിക്കണേ? പിന്നെ എന്താണിത്? ഡ്രൈവിങ് സീറ്റ് അവിടെ കയറും മച്ചാ. എന്താണ് കാണിക്കുന്നത് നമുക്ക്? പിന്നെ സ്റ്റോപ്പ്. ഞാൻ പറഞ്ഞ വണ്ടി ഏതാണെന്നൊന്ന് കാണിച്ചു തരാം. മെഴ്സഡീസ്. ഇതൊന്നും നമുക്ക് വാങ്ങാൻ പറ്റില്ല. ഇതിനൊക്കെ മറ്റേ ഗോൾഡ് കോയിൻ വേണം. നടക്കൂല മക്കളെ, നടക്കൂല. എവിടെ ഇതാ ഗൈസ്, ഇത് അയ്യോ അത് മെഴ്സഡീസ് ബെൻസ് അല്ല, ഓടിയാണ്. ഓടിയുടെ വട്ടം നാരങ്ങയാണ് സാധനം. അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. എവിടെ ഞാൻ ഉദ്ദേശിച്ച സാധനം സത്യം പറഞ്ഞാൽ വേറെ ആയിരുന്നു. അത് സത്യം തന്നെയാണ്. ഓ കുറച്ചും കൂടി എനിക്ക് ഈ വണ്ടി വാങ്ങാം ഗൈസ്. സെറ്റ് ബ്ലൂ കളറാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മെഴ്സഡീസ് ബെൻസ്. മെഴ്സഡീസ് ബെൻസ് തന്നെ അല്ലേ ഡയമണ്ടൊക്കെ വരച്ച് വെച്ചേക്കണ്. കണ്ടിട്ട് മെഴ്സഡീസ് ബെൻസ് ആണ്, പക്ഷെ ഇതെന്ത് ഡയമണ്ട്?
ഇതെന്ത് ടൈമുണ്ട്? ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കാം. ഇവിടെ ഞാൻ ജമ്പിങ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ഗൈസ്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അങ്ങോട്ട് നമുക്ക് റോഡ് ബിൽഡ് ചെയ്യാം. റോഡ് ബിൽഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഇവിടേക്കായിട്ട് വെക്കണം. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മുടെ മാപ്പിൽ ചുരുക്കി കഴിഞ്ഞിട്ട് നമ്മളിത് ഈ ഭാഗത്തേക്ക്, അതായത് നമ്മളുടെ എയർപോർട്ടിൻ്റെ ഭാഗത്തേക്കാണ് വരേണ്ടത്. അത് ഈ റോഡിൽ കൂടെ വന്നാൽ നമുക്ക് ജംപ് ടെസ്റ്റ് എടുക്കാം. ഞാൻ നേരെ പോവാണ്. അയ്യോ, ആ വണ്ടിക്കാരൻ കഥ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വരുന്നുണ്ട്. സ്ട്രൈറ്റ് റോഡാണെന്ന് വിചാരിക്കുന്നു. ഇടയ്ക്ക് വല്ല വളവും ആ ഡ്രിഫ്റ്റ് 1066 അല്ലേ? 1066 ഡ്രിഫ്റ്റ്. യോ 1000 ഗൈസ്. ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ് ഇതിന് ടാർഗറ്റ് ഒന്നും ഇടാൻ പറ്റൂല. 5000. കിട്ടും, ഇപ്പൊ തന്നെ കിട്ടും. 5K ആണൊക്കെ ഗൈസ് പറയണത്. എന്താ ഇപ്പൊ കിട്ടും തന്നെ. ഇത് ആദ്യം സബ്സ്ക്രൈബ് ചെയ്യട്ടെ. 5 എന്ന് പറഞ്ഞുള്ളൂ. 5 കിലോമീറ്റർ ഓടിച്ചതിൻ്റെ എന്തോ ഗിഫ്റ്റ് വൗച്ചറിൻ്റെ ഇത് കിട്ടണമെന്നുണ്ട്. സ്ഥലം എത്തിയിട്ടില്ല, ഇപ്പം എത്തും. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഫുൾ സ്പീഡ് എടുക്കണം ഗൈസ്. ഫുൾ സ്പീഡ് എടുക്കാൻ പറ്റില്ല. അതിന് അത്ര വലിയ റോഡല്ല അത്. എന്നാലും അതെ, ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്തു തുടങ്ങാം. ഓക്കെ, വണ്ടി അടിപൊളിയാണ്. 200 കയറി കഴിഞ്ഞു. 200 കയറി 300 ഇപ്പം കയറും. 300 കയറണം. 300 കയറുമോ? 300 കയറി. ഓ ഗൈസ്. അമ്മേ, എന്താപ്പത്? വണ്ടിയുടെ മുന്നൊക്കെ ഉണ്ട് ഒറ്റ പൊങ്ങല്. വണ്ടിയുടെ മുന്നൊക്കെ കടന്നങ്ങോട്ട് പൊങ്ങനെ. ഓക്കെ, നമ്മൾ ഇത്രയും നേരം എയറിലൊക്കെ ഇരുന്നുകൊണ്ട് തന്നെ കുറച്ച് കോയിൻസ് കിട്ടിയിട്ടുണ്ട്. കൊള്ളാം. പിന്നെ നമ്മൾ സാധാരണ ഫുൾ പൊട്ടൻഷ്യൽ ടെസ്റ്റ് എടുക്കൽ, അതിനാണോ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് എടുക്കൽ നമ്മളുടെ എയർപോർട്ടിലാണ്. ഇത് വലിയൊരു എയർപോർട്ടാണ് ഗൈസ്. ഇവിടെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടാണ്. ആകെപ്പാടെ ഇവിടെ ഒരു എയർപോർട്ടേ ഉള്ളൂ. അത് വേറെ കാര്യം. ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഡ്രിഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഐ സജസ്റ്റ് ദിസ്. പിന്നെ നമുക്ക് അടുത്ത വണ്ടി എടുക്കണ്ടേ? വണ്ടികൾ മൊത്തം കാണിച്ചിട്ട് ഇനി ഇവിടുന്ന് പോകുള്ളൂ. വേറെ ഒരു ഇതിക്കും ഇപ്പോൾ കയറില്ല. ഇത് നമ്മൾ എയർപോർട്ടിൽ വെച്ച് വണ്ടി മാറ്റാൻ പോവാണ്. എയർപോർട്ടിൽ വെച്ച് നമ്മളുടെ കാറ്റ് വാക്ക് പോലെ കാർ വാക്ക്. ഓക്കെ, ഓരോ കാറായിട്ട് അതിൻ്റെ പെർഫോമൻസ് ഇവിടെ വന്ന് കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പം കാണിച്ച പെർഫോമൻസിൽ കൂട്ടുന്നതല്ല. ഫസ്റ്റ് കാർ എനിക്ക് കിട്ടിയതിൽ എടുത്തതിൽ പിന്നെ ഫസ്റ്റ് കിട്ടിയ കാർ എന്ന് പറഞ്ഞാൽ ഇതാണ്. നാനോ. നാനോ ഫ്രണ്ട്സ്, ടാറ്റ ഫ്രണ്ട്സ്, ടാറ്റ ഫ്രണ്ട്സ്. അത് തന്നെ. ഇത് സാധനത്തിൻ്റെ പേരെന്തായിരുന്നു? ടാറ്റ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഇപ്പം തന്നെ. ഓക്കെ, എങ്ങനെയുണ്ട്? എന്താണ് ഗൈസ്, ഇത് നാനോ കാർ ആയതുകൊണ്ട് വലിയ ഇതൊന്നും പ്രതീക്ഷിക്കുന്നു. ഗൈസ്, നാനോ കാറോ എന്തത് 150 അടിച്ചു കഴിഞ്ഞു. വാ, കൊള്ളാലോ നാനോ. നാനോ കാറിൻ്റെ ഡ്രിഫ്റ്റ് പെർഫെക്റ്റ് ഡ്രിഫ്റ്റ് ഗൈസ്. പെർഫെക്റ്റ് ഡ്രിഫ്റ്റ്. അതൊക്കെ കണ്ടോ? നാനോക്കാരുടെ മാത്രമല്ല, ഓടിക്കുന്ന ഡ്രൈവറും കുറച്ച് എക്സ്പെർട്ടാണ്. നമ്മൾ എപ്പോൾ എന്താ പറയുക, ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വന്നാലും അപ്പം ഉണ്ടാവുന്ന പ്രശ്നമാണ് എന്ത് ചാർജ്. എന്നാലും നമുക്കതൊന്നും മൈൻഡല്ല.
ഇനി ഇതിലെങ്ങനെ ഡ്രിഫ്റ്റ് അറിയാത്ത കൂട്ടുകാർക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഫുൾ പൊട്ടൻഷ്യൽ അല്ല നമ്മളത് ആക്സിലേറ്റർ അടിച്ചമർത്തി വയ്ക്കുക. എങ്ങനെ കാണിച്ചു തരാം. ബാക്ക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ നേരെ ആക്സിലേറ്റർ അടിച്ച് പിടിച്ചിട്ട് ജസ്റ്റ് വേഗം ഒന്ന് നമ്മളുടെ ഹാൻഡ് ബ്രേക്ക് പിടിച്ച് തിരിക്കുക. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ അടിച്ചാൽ മതി. ജസ്റ്റ് തിരിക്കുക, അത്രേ ഉള്ളൂ. ഓ എന്ത് ഗെയിം എന്തോ ഗ്ലിച്ച് ചെയ്താണ് ഗൈസ്. അല്ലെങ്കിൽ ഇതൊക്കെ ലെവൽ 1 ആയിട്ടുള്ളൂ ഗൈസ്. കാരണം ഈ സാധനം ഞാൻ എടുക്കല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടിയുടെ പ്രവർത്തനം അടുത്തതായി നമുക്കൊരു നിലയ്ക്ക് അങ്ങോട്ട് പോവാം. പിന്നെ അടുത്ത വന്നിരിക്കുന്നതാണ് ഈ കാർ. ഈ കാറ് ആണ് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് സ്റ്റിക്കർ അടിച്ചിറക്കിയ കാർ. എങ്ങനെയുണ്ട്? കൊള്ളില്ല, അടിപൊളിയെന്ന് പറഞ്ഞ ഇതിൽ ഞാൻ ഓവറായിട്ട് ഞാൻ എന്താ പറയുക സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്. പിന്നെ നാനോ കാറിൻ്റെ അത്ര പോരാ. നാനോ കാറിന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചതല്ല, പക്ഷെ നാനോ കാർ സെറ്റായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. നാനോ ഫ്രണ്ട്സ് അല്ല, ടാറ്റോ ഫാൻസ്, നാനോ ഫാൻസ് ലൈക്ക് പ്ലീസ് ലൈക്ക് ടാറ്റോ. നോട്ട് ഓൺലി ടാറ്റോ, എല്ലാ കാറിൻ്റെ ഫാൻസും ലൈക്ക് അടിക്കുക. ഇനി ഞാൻ ബൈക്കിൻ്റെ ഫാൻസ് എന്ന് പറയുന്ന ഒരു ബൈക്കിൻ്റെ ഫാൻസ് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇവിടുന്ന് പോയാൽ മതി. അത് എല്ലാവർക്കും ഉള്ള അടവാണ്, അതുകൊണ്ട് പറഞ്ഞു. 25K. ഇനി നാനോ കാറിൻ്റെ അത്ര പോരാ ഗൈസ്. കാറ് റിജക്റ്റഡ് ആണ്. ഡ്രിഫ്റ്റ് സ്മൂത്ത് ഇല്ല എന്നാണ് ഞാൻ പറയണത്. ഡ്രിഫ്റ്റ് സ്മൂത്ത് ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കണ്ടോ കുഴപ്പമില്ലേ? പോരാ, എന്നാലും കുഴപ്പമില്ല, ഇത്ര പറയാനുള്ളൂ. അതിൽ വണ്ടി നമുക്ക് എന്താ പറയുക ഇതെടുത്ത് തന്നിട്ടുണ്ട്. ഇനി അടുത്ത കാറ് ഈ വൈറ്റ് കാറാണ്. ഈ കാർ ഞാൻ ആദ്യം ഏറ്റവും കൂടുതൽ ഓവറായിട്ട് സ്റ്റിക്കർ അടിച്ച് കയറ്റി എന്ന് പറഞ്ഞ കാറില്ലേ, ആദ്യം വന്ന കാറ്, അതിനെ കോപ്പി ചെയ്യാൻ നോക്കിയിട്ട് എക്സ്ട്രാ പുതിയ വന്ന സ്റ്റിക്കേഴ്സ് കൊണ്ട് ചെയ്ത ഒരു വണ്ടിയാണത്. ബട്ട് വൈറ്റ് കാറിൽ അടിക്കണ്ടായിരുന്നു എന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. മറ്റേ കാറിൻ്റെ അത്രയും പോരാ ഗൈസ്, സത്യം പറഞ്ഞാൽ. കണ്ടോ, ഡ്രിഫ്റ്റ് ഒന്ന് സ്മൂത്ത് എന്ന് പറയുന്ന സാധനമില്ല. ഇതെന്ത് ഫ്രണ്ട് ലോക്കാവാണ് ഗൈസ്, കണ്ടോ, ലോക്കാവണുണ്ടോ? ഇത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും സൗണ്ട് ടെസ്റ്റും കൂടി ഉണ്ടാവും. സൗണ്ട് ടെസ്റ്റും കൂടി കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് ടെസ്റ്റ് എടുക്കണില്ല, കാരണം അത് ഏതാണെന്ന് നമുക്ക് പറയാൻ ഊഹിക്കാവുന്നേ ഉള്ളൂ. മസ്താങ് തന്നെയാണ്. അതും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഏത് വണ്ടിയാണ് അടിപൊളി വണ്ടി എന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ അതിനുള്ള സമ്മാനം കൊടുക്കാൻ പറ്റില്ല, അതിനെ പ്രഖ്യാപിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ട് പോവാം. കുറച്ച് നേരം കൂടിയല്ലേ ഉള്ളൂ, അത് കാണറി. കുഴപ്പമില്ല, ഡ്രിഫ്റ്റിൽ മറ്റേ വണ്ടീനേക്കാളും ഉണ്ട്, പക്ഷെ പെർഫോമൻസ് പോരാ. പെർഫോമൻസ് മീൻസ് എൻജിൻ ഒന്ന് സ്പീഡ് കയറുന്നില്ല, അത് വേറെ കാര്യം. മറ്റേൻ്റെ അത്ര പിന്നെ എനിക്കങ്ങോട്ട് ഒരു തൃപ്തി കിട്ടുന്നില്ല. അടുത്ത വണ്ടി ജിംനി. ഇതിനെപ്പറ്റി എനിക്ക് ഒന്നും പറയാനില്ല. ഈ ഗെയിമിൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. എൻജിൻ പവർ ഇതിൽ അത്യാവശ്യം കുറവാണ്, മറ്റേ ജീപ്പിൻ്റെ അത്ര വരില്ല, അത് നിങ്ങൾക്ക് അറിയാം.
സംഭവം വണ്ടി എന്താ പറയുക കുറേ സ്പീഡൊന്നും എടുക്കണില്ലെങ്കിലും പെട്ടെന്ന് സ്പീഡ് എടുക്കുന്നുണ്ട്. സ്മൂത്ത് ഡ്രിഫ്റ്റ് ഗൈസ്, എന്ത് സ്മൂത്ത് ഡ്രിഫ്റ്റാണ് കേട്ടോ. എന്താണെങ്കിലും ഓ മറ്റേ സ്റ്റെബിലിറ്റി ആ സാധനമുണ്ട്. ഇത് മറ്റേ ഞാൻ കളിക്കേണ്ടവർക്കറിയാം. അതിലൊരു ആളുണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്, അതുപോലെയുണ്ട്. കൊള്ളാം ഗൈസ്, കൊള്ളാം. ഡ്രിഫ്റ്റിങ്ങിൽ ഞാൻ ഇതിന് മാർക്ക് കൊടുക്കുന്നു. ഞാൻ ജിമ്മിന് ഇത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷേ ഡ്രിഫ്റ്റിങ് ഇതിൽ അടിപൊളിയായിട്ടുണ്ട്. ഇതൊന്നും റിയൽ ലൈഫിലുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഡ്രിഫ്റ്റിങ്ങിൽ ഇതിൽ അടിപൊളിയായിട്ടുണ്ട്. ഡ്രിഫ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല ഗൈസ്, സ്റ്റെബിലിറ്റി ഇത്രയേ ഉള്ളൂ. ഡ്രിഫ്റ്റിങ് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെ കണ്ടോ, അങ്ങോട്ട് പോകണം കണ്ടോ വണ്ടി, അങ്ങനെ പോകാൻ പാടില്ല. എന്നാണ് തോന്നണം. നമ്മളിതാ ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ഇത് വരുന്നുണ്ട്. കുഴപ്പമില്ല. കുഴപ്പമില്ല കേട്ടോ ഗൈസ്. ഡ്രിഫ്റ്റിങ്ങിൽ ഇപ്പോഴത്തെ നാനോ വണ്ടി ഒഴിച്ചിട്ടുള്ള 2 വണ്ടീനേക്കാളും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ അടുത്ത വണ്ടി ഓഡിയുടെ ഒരു വണ്ടിയാണത്. നോക്കാം. ഇതിൽ ഞാൻ സത്യം പറഞ്ഞ ബ്ലാക്ക് കളർ എടുത്തിട്ട് നെയിം ടാഗ് അടിക്കാൻ നോക്കിയിട്ടുള്ളൊരു വണ്ടിയാണിത്. നെയിം ടാഗ് തന്നെയാണോ അതിന് പറയാനറിയില്ല. അതായത് നെയിം അടിച്ചിട്ടുള്ള സ്റ്റിക്കർ. പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായ ഭാഗം എന്താ, ഈ പിന്നത്തെ ഈ സാധനമാണ്. അടിപൊളിയല്ലേ? ഇങ്ങനെ പോയിട്ട് ഓ ഡ്രിഫ്റ്റിംഗ് സെറ്റാണ് ഗൈസ്. കുഴപ്പമില്ല, ഡ്രിഫ്റ്റിംഗ് അടിപൊളിയുണ്ട്. ഇപ്പം തന്നെ 458 ഡ്രിഫ്റ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കണ്ടോ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഡ്രിഫ്റ്റിങ്ങിൽ എനിക്കൊന്നും പറയാനില്ല. ഡ്രിഫ്റ്റിംഗ് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് വണ്ടി. അതുപോലെ തന്നെയാണ് സ്റ്റെബിലിറ്റി വണ്ടി ചെയ്യുന്നുണ്ട് തന്നെ, വണ്ടി എടുക്കുന്നുണ്ട്. ഇപ്പോൾ വന്ന നാനോ കാർ വെച്ചിട്ടുള്ള 2 കാറിനും ഉള്ള ഇതിനേക്കാളും ഇതുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ സൂപ്പർ കാർസ്, അതായത് നമ്മുടെ സുപ്ര MK5ഉം അതുപോലെ നമ്മുടെ മസ്താങ്ങും എടുക്കുന്നില്ല. കാരണം അതെടുത്ത് അതേ കൊണ്ടുപോകത്തുള്ളൂ. അതിൽ തന്നെ ഏറ്റവും ഇതിൽ കോയിൻ കൂടുതലുള്ളത് മസ്താങ് ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള സ്റ്റെബിലിറ്റി അതിന് കൊടുക്കും. അതുകൊണ്ട് അതെടുത്തിട്ട് കാര്യമില്ല. ഇതിനെല്ലാത്തിനും ഏകദേശം ഒരേ റേറ്റാണ്. റേറ്റ് എന്നല്ല, ഒരേ കോയിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നാനോ കാർ എന്ന് വെച്ചാൽ നാനോ കാർ ഞാൻ എന്തെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് വെച്ചിട്ട് ഒരു കാറായിരുന്നു. കാരണം അതിന് അത്രയും വില കുറച്ചിട്ട് എടുത്ത്, അതായത് കോയിൻ വളരെ കുറവാണ് നാനോന്. അപ്പോൾ പക്ഷെ നാനോ കാർ അടിപൊളിയായിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതെല്ലാം കഴിഞ്ഞു. ഇനി സൗണ്ട് ടെസ്റ്റാണ്. അതിന് വേണ്ടി ഞാൻ മിണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ മിണ്ടായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കേട്ട് ആസ്വദിക്കാം. അപ്പം ഈ കാറിൻ്റെ ശബ്ദം കേട്ടില്ല. ഇനി അടുത്ത കാറിൻ്റെ ശബ്ദം. അടുത്ത ഏതായിരുന്നു? ഇത്. ഓക്കെ,
അപ്പം ഇതിൻ്റെ ശബ്ദം ഇതാണ്. ആരാന്ന് പറയാൻ പറ്റുമോ? അടുത്ത കാറ് അടുത്ത കാറ് ലാസ്റ്റ് കാറ് ടാറ്റ നാനോ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ വണ്ടികളുടെ എല്ലാത്തിൻ്റെയും സൗണ്ട് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാത്തിൻ്റെയും ഇത് പറയാൻ പോവുകയാണ്. അതായത് നമ്മളുടെ എല്ലാത്തിൻ്റെ ഒരു ഇത് പറയാൻ പോണേ, എന്താ പറയുക, ഇതിൻ്റെ വിന്നർ ആരാണെന്ന് പറയാൻ പോവാണ്. അപ്പോൾ സൗണ്ട് ടെസ്റ്റിൻ്റെ ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ വേണം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാൻ. അപ്പോൾ ഇന്ന് ടെസ്റ്റ് ചെയ്ത കാറുകളുടെയൊക്കെ ഞാൻ നെയിം പറഞ്ഞുതരാം. അത് വെച്ചിട്ട് നിങ്ങൾ ഇട്ടാൽ മതി. ഫസ്റ്റ് ടാറ്റ നാനോ ആണ് നമ്മൾ എടുത്തത്. പിന്നെ രണ്ടാമതായിട്ട് എടുത്തത് ജീപ്പാണ് നമ്മളെടുത്തത്. അതായത് അതാണ് ഈ റെഡ് കാറ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓടിയുടെ ഒരു കാറാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജിംനി. ഇത് വൈറ്റ് കാർ എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ. ഇത് ഏതാ നോക്കട്ടെ, ഇത് ഫോർഡിൻ്റെ കാറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊത്തം എത്രയാണുള്ളത്? ഒരു ഫോർഡിൻ്റെ കാറ്, ടാറ്റ നാനോ, ജീപ്പ്, ഓഡി, അതുപോലെ ജിംനി, ടാറ്റ നാനോ. അപ്പോൾ മറ്റേ നിങ്ങൾ വൈറ്റ് കാർന്ന് പറഞ്ഞാൽ മതി. ഇതിൽ ഏതിനാണ് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും പിന്നെ നിങ്ങൾ പറയേണ്ടത് ശബ്ദത്തിൻ്റെ ഏറ്റവും ഏതാണ് അടിപൊളി എന്നാണ്. ശബ്ദത്തിൻ്റെ ഏറ്റവും ഏതാണ് അടിപൊളി കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് അത് വിന്നറായി തിരഞ്ഞെടുക്കും. അതുപോലെ തന്നെ അത് അടുത്ത ഇതിൽ പറയാൻ വേണമെങ്കിൽ അടുത്തതിൽ പറയാം. ഓക്കെ, അപ്പോൾ ബാക്കി സ്റ്റെബിലിറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ ടെസ്റ്റിൽ വിന്നറായിരിക്കുന്നത് വേറെ ആരുമല്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാറായിരുന്നു. അതും അത്രയും കുറഞ്ഞ വില കൊടുത്ത് വാങ്ങിയ ഒരു കാറായിരുന്നു. അതുപോലെ ഇന്ന് 2-5 ഓട്ടോ ഓടിപ്പ് ഫ്രീ ആയിട്ട് ഒരു സ്കിന്ന് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. വേറെ ഏതാ? ടാറ്റ നാനോ. യെസ്, ടാറ്റ നാനോ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു ആൾ. നന്ദി, നമസ്കാരം. ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ബൈ. ഓക്കെ, അപ്പോൾ നന്ദി, നമസ്കാരം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് പറയേണ്ട തോന്നുന്നു, എല്ലാവരും ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.
ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നത് കേട്ടോ. അല്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വെറുതെ പറയുന്നതല്ല. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.